കാണുന്നവർക്കാ രസം. കണ്ടോന് ഭ്രാന്തായാൽ കാണുന്നവർക്ക് രസം എന്നറിയില്ല, അല്ലാതെ ഭ്രാന്ത് പിടിച്ചോൻ എന്ത് രസം എന്നറിയാനാ? അതൊരു വല്ലാത്ത പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളും നമ്മൾ ചോദിക്കാനും പാടില്ല, പരീക്ഷണങ്ങൾ നിസ്സാരമാക്കാനും പാടില്ല. സാധാരണ ജനങ്ങൾക്കിടയിൽ അത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, സക്രാത്തുൽ മൗത്തിനെ നിസ്സാരമാക്കി തരണേ, ആ ഭീകരത കൊണ്ട് അനുഭവിപ്പിക്കരുത് എന്ന്. ഭീകരതയ്ക്ക് എന്ത് രസം എന്ന് ഈ ഭീകരതയൊന്നും അനുഭവിക്കാത്ത ആളുകൾ വെച്ച് പറയുന്നത് ഒരു തരം മൂഢതരത്തിലുള്ള ഒരു ചമയൽ മാത്രമാണ്. സൂഫിവര്യന്മാരിൽ നിന്ന് വന്നുപോയ വാചകങ്ങൾ ചമഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ചു പറയുക, ഈ രീതിയിലുള്ള സംസാരമാണെങ്കിൽ അത് ശരിയല്ല. ഇപ്പോഴുള്ളവരൊക്കെ അങ്ങനെ. സൂഫി ഗാനങ്ങൾ എന്ന പേരിൽ ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം പോലുള്ള പാട്ടുകൾ ഉദാഹരണം. അള്ളാഹുവിൽ മനസ്സുലയിക്കുന്ന ഭ്രാന്താണ് ഇവിടെ ഉദ്ദേശമെന്നും ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഭ്രാന്തുണ്ടാകുന്നത് പ്രയാസമാണെന്നും മരണവേദന കഠിനമാണെന്ന് പഠിപ്പിക്കപ്പെട്ടതാണെന്നും ചിലർ പറയുന്നു. എന്താണ് അങ്ങയുടെ പ്രതികരണം? സൂഫി ഗാനങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ സൂഫികളായ ചില ആളുകൾ അള്ളാഹുവിനോടുള്ള അവരുടെ ഒടുങ്ങാത്ത പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തന്നെയാണ് എൻ്റെ പ്രേമഭാഗ്യം, ഞാൻ പ്രേമിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മനസ്സ് നിറയെ അള്ളാഹുവാണ്, അള്ളാഹുവിനെ കിട്ടിയാൽ എനിക്കൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളുടെ കൂട്ടത്തിൽ ചില വാചകങ്ങൾ, ഉദാഹരണം ഇബ്രാഹിം അദ്ദേഹം തമ്മൾ ഫലൗ ഖത്തഅ്തനി ഫിൽ ഹുബ്ബി ഇറബ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞൊരു വാചകമുണ്ട്. ഫലൗ ഖത്തഅ്തനി ഫിൽ ഹുബ്ബി ഇറബ, നിന്നോടുള്ള പിരിശത്തിൻ്റെയും പ്രേമത്തിൻ്റെയും കാര്യത്തിൽ നീ എന്നെ കഷ്ടം കഷ്ടമായി തുണ്ടു തുണ്ടായി മുറിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ഇത് അള്ളാഹുവിനോടുള്ള സംബോധനയാണ്. അതേ രീതിയിൽ മഹാനായ ഹുബൈബുൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ, മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ ശത്രുക്കൾ എന്നെ എങ്ങനെ മരിപ്പിക്കട്ടെ, എന്നെ എങ്ങനെ കൊല്ലട്ടെ, എൻ്റെ പാർശ്വത്തിൽ ഏത് പാർശ്വം വീഴ്ത്തിക്കൊണ്ട് എന്നെ കുത്തി മറിക്കട്ടെ, മുഖം കുത്തി മറിക്കട്ടെ, തലകുത്തി മറിക്കട്ടെ, എന്തു മറിച്ചാലും അള്ളാഹുവിൻ്റെ വഴിപ്പെട്ട മുസ്ലിമായി കൊണ്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിഭ്രംശം ബാധിച്ചിട്ടുള്ള ചില ആളുകളുണ്ടാകും. അള്ളാഹു തആലാൻ്റെ പ്രേമവും ബോധവും ഇതൊക്കെ നല്ല ബോധമുള്ളവർ തന്നെയാണ് ഈ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വാചകം. അവർ പറഞ്ഞ കൂട്ടത്തിൽ ചിലതൊക്കെ നരകത്തിൽ പ്രവേശിച്ചാലും നീ എനിക്ക് പ്രശ്നമില്ല, നീ എനിക്ക് ഇഷ്ടമുള്ള ആളായി, നിനക്ക് പൊരുത്തപ്പെട്ട ആളായി എന്നെ സ്വീകരിക്കുമെങ്കിൽ ഞാൻ നരകത്തിൽ കടന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളൊക്കെ ചില സൂഫിയരന്മാരിൽ നിന്ന് വന്നിട്ടുണ്ട്. അത്തരം വാചകങ്ങളൊക്കെ മനസ്സ് നിറയെ അള്ളാഹുവിൽ ലയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള വിഭ്രമാവസ്ഥയിൽ വരുന്ന ചില വാചകങ്ങളാണ്. ഈ വിഭ്രമാവസ്ഥയിൽ വരുന്ന ചില വാചകങ്ങളെ എങ്ങനെ വന്നാലും മോശം വാചകങ്ങളായിട്ടും ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത വാചകങ്ങളായിട്ടും അതുപോലെ നമ്മൾ അനുകരിക്കാൻ പറ്റാത്ത വാചകങ്ങളുമായിട്ടുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് സത്ഹ് എന്ന് പറയും ഇത്തരം വാചകങ്ങൾ വന്നാൽ. അതേ രീതിയിലുള്ള ചില വാചകങ്ങളെ അനുകരിച്ചുകൊണ്ട് ചിലരിപ്പോൾ ഇഷ്ടം പോലെ പറയാണ്. ആ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ചില വാക്കുകളിൽപ്പെട്ടതൊക്കെയാണ് ഇത്. ഭ്രാന്തായാൽ എന്തു സുഖം, ഒരു കണക്കിന് ശരിയാണ്, ഞമ്മക്കും കൊതിക്കാം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ തോന്നിയാസത്തിലാക്കി അള്ളാഹു ശിക്ഷിക്കും വിചാരണ ചെയ്യുന്നതൊക്കെ പേടിയുള്ള ഒരാൾ ആ പേടിയോടുകൂടെ കഴിയുമ്പോൾ ഇതിലും ഭേദം എനിക്ക് ഭ്രാന്താകേനും നല്ലത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു മോശമൊന്നും അല്ലല്ലോ. ഭ്രാന്തായാലും അല്ല വിൽക്കുമല്ലോ, വിചാരണ ചെയ്യുമല്ലോ. ഒരു ഭ്രാന്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളും അങ്ങനെയാണ് ഇപ്പോൾ ആവുലൈനല്ലോ എന്ന് പറയാം. ഇങ്ങനത്തെ ചില വാചകങ്ങൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉമർ എന്നവരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. യാ ലൈതനി കുന്തു ഹാദ ത്വായിർ, ഞാൻ ഈ പക്ഷിയായിരുന്നെങ്കിൽ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. യാ ലൈതനി കുന്തു കബ്ശ അഹ്ലി, ഞാൻ എൻ്റെ വീട്ടുകാരുടെ
ഒരു മുട്ടനാടായെങ്കിൽ ആ മുട്ടനാടിനെ വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് വേണ്ടി അറുത്തു കൊടുത്ത് കശാപ്പ് ചെയ്ത് അറുത്തു കൊടുത്ത് കഷ്ണമാക്കി ആ വിരുന്നുകാർ തിന്നിട്ട് അവരതിനെ മലമായി വിസർജിച്ചു. അങ്ങനെ പോയി മരിക്കുമായിരുന്നല്ലോ ഞാൻ, അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നൃത്തത്തെ പ്രതി പേടിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ എന്നവരും ഉമർ എന്നവരൊക്കെ പറഞ്ഞ രീതികളുണ്ട്. ആ രീതിയിൽ പേടിയുള്ള ഒരാൾക്ക് പടച്ചവൻ്റെ മുമ്പിൽ വിചാരണയൊന്നും ഉണ്ടാവില്ല, അതിനൊരു ഭ്രാന്തനായാൽ എന്ന ചിന്തയിൽ, ഭ്രാന്തനായ എന്നോട് അള്ളാഹു ചോദിക്കൊന്നുമില്ല എന്നല്ലോ. ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് പോയി നിസ്കരിക്കേണ്ടി വരുന്നതും വേണ്ടാത്തത് ചെയ്യാതിരിക്കേണ്ടി വരുന്നതും തെക്കിലീഫ് ഉണ്ടാകുന്നതൊക്കെ ബുദ്ധിയുള്ളപ്പോഴല്ലേ. അപ്പോൾ ബുദ്ധിയില്ലാത്ത ഒരു ഭ്രാന്തനായിരുന്നെങ്കിൽ എന്ന് അത്തരം ഒരവസ്ഥയിൽ പറഞ്ഞു പോയാൽ അതൊരു മോശമായ വാചകമായിട്ട് പറയാനില്ല. അതേസമയം ഭ്രാന്തായിരുന്നു എനിക്ക് കിട്ടേണ്ടതെന്ന് ചിന്തിക്കാൻ പാടില്ല. സലുല്ലാഹൽ ആഫിയ, സൗഖ്യമാണ് നിങ്ങൾ അള്ളാഹുവിനോട് തേടേണ്ടത്, പരീക്ഷണമല്ല. പരീക്ഷണങ്ങൾ തന്നിട്ട് സ്വബിർ തരണേ എന്ന് ചിലർ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങൾ ചോദിക്കേണ്ടത് സൗഖ്യമാണ്, റാഹത്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, രോഗമല്ല, പരീക്ഷണമല്ല എന്ന് നബി തങ്ങൾ ഉപദേശിക്കുകയും ചെയ്ത ഹദീസുകളുണ്ട്. അതേപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ അള്ളാഹു തആലാനോട് ഏറ്റവും അടുപ്പമുള്ളവർ. ഏറ്റവും അടുപ്പമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിൻ്റെ സമയത്ത് അനുഭവിച്ചിട്ടുള്ള മരണത്തിൻ്റെ ഭീകരത, അതിൻ്റെ വക്രം, ആ സമയത്തുണ്ടായിട്ടുള്ള നബിയുടെ അവസ്ഥ, നബി തൊട്ടടുത്തുള്ള തോൽപാത്രത്തിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ തണുപ്പിക്കൊണ്ടിരിക്കുന്നു. അതിന് കഴിയാതെ വന്നപ്പോൾ മറ്റുള്ളവർ തോൽപാത്രത്തിൽ വെച്ചിട്ട് അവിടുത്തെ മുഖത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്നലിൽ മൗതില സക്ര, മരണം എന്നത് വല്ലാത്ത ഭീകരമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ നേരത്തെ നബി അനുഭവിച്ചിട്ടുള്ള ഭീകരതയാണ്. കാരണം ഈ ദുന്യാവിൽ നിന്ന് വേർപ്പെടുന്ന ആ ഒരു ഭീകരത ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അതാർക്ക് എപ്പോൾ വന്നാലും അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ ഭീകരതകളെ എനിക്ക് ലളിതമാക്കി തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് നമ്മളെ ചില പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടല്ലോ, നിസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളിലൊക്കെ നമ്മളങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സക്കറാത്തുൽ മൗത്തിനെ നിസ്സാരമാക്കി തരണേ, ആ ഭീകരത കൊണ്ട് അനുഭവിപ്പിക്കരുതേ എന്ന്. ഭീകരതയ്ക്ക് എന്ത് രസം എന്ന് ഈ ഭീകരത ഒന്നും അനുഭവിക്കാത്ത ആളുകൾ വെച്ച് പറയുന്നത് ഒരു തരം മൂഢതരത്തിലുള്ള ഒരു ചമയൽ മാത്രമാണ്. സൂഫിവര്യന്മാരിൽ നിന്ന് വന്നുപോയ വാചകങ്ങൾ ചമഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ചു പറയുക, ഈ രീതിയിലുള്ള സംസാരമാണെങ്കിൽ അത് ശരിയല്ല. ഇപ്പോഴുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി പറയുന്നതാണ്. നേരെ മറിച്ച് ഇബ്നുൽ ഫാരിദ്, ഇബ്നു അദ്ഹം, അബു യസീദ് അൽ ബസ്താമി തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ സൂഫി വര്യന്മാരിൽ നിന്നൊക്കെ ഇതിനു സമാനമായ ചില വാചകങ്ങൾ വന്നത് ഉണ്ട്. ആ വന്നത് സ്വാഭാവികാവസ്ഥയിൽ വന്നതല്ല. അള്ളാഹുവിൻ്റെ ഹുബ്ബോ, അള്ളാഹുവിൻ്റെ മുൻപിലുള്ള ഭയമോ, അള്ളാഹു തആലാനെ കാണണമെന്ന ആർത്തിയോ മനസ്സിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ വിഭ്രമാവസ്ഥയിൽ വന്നിട്ടുള്ള പരിഗണിക്കാൻ പറ്റാത്ത ചില പദങ്ങളാണ്. അപ്പദങ്ങൾ അനുകരിച്ചുകൊണ്ട് നമുക്ക് ഗാനമായാലും വാക്യമായാലും പറയാൻ പാടില്ല. അതൊക്കെ ഒഴിവാക്കുകയാണ് കരണീയം. നേരെ മറിച്ച് വിഭ്രമാവസ്ഥയിൽ നമ്മിൽപ്പെട്ട ആളുകൾക്കും ചില വാചകങ്ങൾ വന്നാൽ അതിനെ സംബന്ധിച്ച് നമുക്കും വിചാരണയൊന്നുമില്ല. വിഭ്രമാവസ്ഥയാണ്, വിഭ്രമാവസ്ഥ വന്നാൽ തെക്ലീഫില്ലാത്ത അവസ്ഥ ആണെന്ന് അതിൻ്റെ അർത്ഥം. ആ അവസ്ഥയിലാണ് വന്നതെങ്കിൽ അങ്ങനെ കുഴപ്പം. അപ്പോൾ പിന്നെ രസമല്ലല്ലോ. അപ്പോൾ രസം എന്നറിയാനില്ല, കാണുന്നവർക്കാ രസം. കണ്ടോന് ഭ്രാന്തായാൽ കാണുന്നവർക്ക് രസം എന്നറിയില്ല, അല്ലാതെ ഭ്രാന്ത് പിടിച്ചോൻ എന്ത് രസം എന്നറിയാനാ? അതൊരു വല്ലാത്ത പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളും നമ്മൾ ചോദിക്കാനും പാടില്ല, പരീക്ഷണങ്ങൾ നിസ്സാരമാക്കാനും പാടില്ല. സാധാരണ ജനങ്ങൾക്കിടയിൽ അത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്.